കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങി ഇനിയും അവസാനിക്കാത്ത ആഘോഷ പരിപാടികൾ. ലോകമറിയപ്പെടുന്ന സെലിബ്രിറ്റികളെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് അതിഥികൾ, വരുന്നവർക്കെല്ലാം കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. ഇന്ത്യയിൽ നടക്കുന്ന ഒരു വിവാഹത്തിനായി മാത്രം ചിലവഴിക്കുന്നത് ഏകദേശം 5000 കോടി രൂപ. അംബാനി കുടുംബത്തിലെ ഒരു കല്യാണത്തിന്റെ വലുപ്പത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യത്ത് ഭരണകൂടം അവകാശപ്പെടുന്ന നേട്ടങ്ങൾക്കെല്ലാം പുറത്തു നിൽക്കുന്ന, ഇന്നും ചികിത്സ കിട്ടാതെയും പട്ടിണി കിടന്നും മനുഷ്യർ മരണപ്പെടുന്ന ഒരു രാജ്യത്ത് ഈ അംബാനി കല്യാണം സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ? ഈ അംബാനി കല്യാണത്തിന് ചില പ്രശ്നങ്ങളില്ലേ? 2024 ഫോബ്സ് പട്ടിക പ്രകാരം ലോകത്തെ തന്നെ 9ാമത്തെ വലിയ സമ്പന്നനാണ് മുകേഷ് അംബാനി. അതേ പട്ടിക പ്രകാരം ഏഷ്യയിലെയും ഇന്ത്യയിലെയും 1ാമൻ. അവരുടെ പണം അവരുടെ ഇഷ്ടമെന്ന് പറയാൻ തുടങ്ങുന്നവർ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഫോബ്സിന്റെ പട്ടിക പുറത്തു വരുന്നതിന് ഒരു മാസം മുൻപ് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ടിൽ അസാധാരണമായ ഒരു വാക്യവും ഉണ്ടായിരുന്നു. ദ റൈസ് ഓഫ് ബില്യനെയർ രാജ് എന്നായിരുന്നു അത്. അംബാനി കല്യാണത്തിന് കൊടി കയറുന്ന സമയത്ത് പുറത്തു വന്ന ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 40% സമ്പത്തും വെറും 1% ആളുകളുടെ മാത്രം കയ്യിലാണെന്നാണ്. ഇക്കാര്യത്തിൽ US-നെയും ദക്ഷിണാഫ്രിക്കയെയും ബ്രസീലിനെയും എല്ലാം മറികടന്ന് നമ്മുടെ രാജ്യത്തെ ശതകോടീശ്വരന്മാർ മുമ്പിലെത്തി. 1961 രാജ്യത്ത് ഒരു ശതകോടീശ്വരൻ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2022 ആകുമ്പോഴേക്കും അവ 162 ആയതും ഇതേ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഏതാനും മനുഷ്യരിലേക്ക് കുമിഞ്ഞുകൂടുന്നു. 2014 മുതൽക്കാണ് ഈ പ്രവണത ഏറ്റവും കൂടുതൽ വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് രാഷ്ട്രീയ കാലഘട്ടം മുതൽക്കേ തന്നെ സമ്പദ് വ്യവസ്ഥ ആരാൽ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ചർച്ചകൾ സജീവമായി തുടങ്ങിയതാണ്. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷവും ആ ചർച്ചയ്ക്ക് കാരണങ്ങളേറി. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരായി രാജ്യത്തിന്റെ ഏതാനും സമ്പന്ന വ്യവസായികൾ മാറുന്നതും ഒരർത്ഥത്തിൽ ഭരണനിർവഹണം തന്നെ ഈ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലായി മാറുന്നതും നമ്മൾ കണ്ടു. ഇന്ത്യൻ ജനതയ്ക്ക് മുൻപാകെ ഈ രീതി ക്രോണിക് ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തമായി നിലകൊണ്ടു. വിമർശനങ്ങളുടെ നടുവിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ശതകോടീശ്വരന്മാർ ഭരണകൂടത്തിന്റെ എല്ലാ ഒത്താശയോടും കൂടി വീണ്ടും വീർത്തു വരുന്നതും ദരിദ്രർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ രാജ്യം അരക്ഷിതാവസ്ഥകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് അംബാനി തൻ്റെ ആഡംബര കല്യാണത്തിലൂടെ ഇന്ത്യയിലെ വയറെരിയുന്ന മനുഷ്യരെ നോക്കി പല്ലിളിക്കുന്നത്. ഭരണകൂടം പറയുന്ന വാചാടോപങ്ങൾക്കെല്ലാം അപ്പുറത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്നത് നിരവധി കണക്കുകൾ മുഖേന നമുക്ക് ബോധ്യപ്പെട്ടതാണ്. 2023 ഒക്ടോബറിൽ പുറത്തു വന്ന ആഗോള പട്ടിണി സൂചിക 125 രാജ്യങ്ങളിൽ നമ്മളെ 111ാം സ്ഥാനത്താണ് നിർത്തുന്നത്. ഇവയ്ക്കെല്ലാം പുറമെയാണ് സാമ്പത്തിക അസമത്വവും രാജ്യത്ത് തടച്ചു വളരുന്നത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും സ്കൂളുകളിൽ ഇപ്പോഴും ഉച്ചഭക്ഷണം എന്നത് കിട്ടാക്കനിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിശപ്പ് മാത്രം മുന്നിൽ കണ്ട് ചലിക്കുന്ന യന്ത്രം കണക്കെയുള്ള മനുഷ്യരുണ്ട്. എടുക്കുന്ന ജോലിക്ക് മതിയായ ശമ്പളം ലഭിക്കാത്ത യുവജനതയുണ്ട്. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ മധ്യവർഗമുണ്ട്. ഇവരുടെ എല്ലാം മുൻപാകെയാണ് അംബാനി ആഡംബര കല്യാണത്തിലൂടെ സമ്പത്തിൻ്റെ പളവളപ്പ് കാണിക്കുന്നത്. മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവറേജ് ഉൽപ്പന്നമായി കണക്കാക്കി അംബാനി കല്യാണത്തിൻ്റെ സൽക്കാര വേദികളിൽ തമ്പടിക്കുന്നത്. കോടികൾ പ്രതിഫലം വാങ്ങി അംബാനി കല്യാണത്തിൻ്റെ വേദിയിൽ ചെന്ന് നൃത്തം ചവിട്ടുന്നവർ ഒരർത്ഥത്തിൽ തുല്യതയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകളെ കൂടിയാണ് ചവിട്ടിമെതിക്കുന്നത്.